ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നറിയാനായി സുമിത്ര ടീച്ചർ അമ്പാട്ടിലേക്ക് എത്തുകയാണ്. എല്ലാവരും തന്നെ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ വളരെ സങ്കടത്തിലാണ്. മഞ്ജു അപ്പം പറയുന്നുണ്ട്, ടീച്ചറെ അർച്ചന ചേച്ചിയെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല, ടീച്ചർക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. JK സാറെ കുറിച്ചും എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. മുകുന്ദനും രമ്യയും അപ്പം തന്നെ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മഞ്ജു ചേച്ചി എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ ഇപ്പൊ ചേച്ചിയല്ലേ കാണാതായിരിക്കുന്നത്, JK സാർ പാലക്കാട്ടേക്കല്ലേ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സുമിത്ര ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, മഞ്ജു എന്റെ മോനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഉത്കണ്ഠയുണ്ടെങ്കിൽ ഞാനത് മാറ്റിത്തരാം. എന്റെ മകൻ പോയിരിക്കുന്നത് പാലക്കാട്ടേക്കാണ്. എന്റെ മകൻ ഇതിനു മുന്നും ഫോണ് കൊണ്ടുപോകാതെ പോയിട്ടുണ്ട്, ഇപ്പോഴെല്ലാം തിരിച്ചെത്തിയിട്ടുമുണ്ട്. അവൻ പോകുന്ന സ്ഥലം പറഞ്ഞിട്ടാണ് പോയത്. അവന്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുമില്ല. ഇപ്പോ അർച്ചനയുടെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പിരിയുന്ന സമയത്ത് അവൾ നേരെ ഓഫീസിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. വേറെ എങ്ങോട്ട് പോകുന്നതായിട്ടും അവൾ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ടീച്ചർ അങ്ങനെ പറയാണ്. ചിന്നു ആണെങ്കിൽ ആകെ ആദ്യ പിടിച്ചുകൊണ്ട് മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ എവിടേക്കാണ് പോയത് മുകുന്ദൻ മാമ, ഒരു വിവരവും ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. മുകുന്ദനപ്പോ ചിന്നുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. രമ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, ചേച്ചിയെ എവിടെ പോയി തിരയുമെന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, പോലീസുകാർ പോലും അന്വേഷിച്ചിട്ട് ചേച്ചിയെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ, സ്വന്തം അനിയൻ തന്നെയാണ് ചേച്ചിയെ കുറിച്ച് അന്വേഷിക്കുന്നത്, അതുകൊണ്ട് അതിൽ അനാസ്ഥയുണ്ടെന്ന് പറയാനും പറ്റില്ല. എന്നാലും ചേച്ചി എവിടേക്കായിരിക്കും പോയിരിക്കുമെന്ന് മഞ്ജു അങ്ങനെ തിരികൊളുത്തി വിടുകയാണ്. ടീച്ചർ അപ്പോൾ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കാതെ, അവൾ ഇങ്ങോട്ടേക്ക് വന്നോളും, എൻ്റെ മോനുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛനെയെ തിരഞ്ഞു കണ്ടുപിടിച്ചേനെ എന്നങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പുറത്തുപോയി രുക്കു വരുന്നുണ്ട്. ടീച്ചർ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, അർച്ചന വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അവൾ എത്ര വൈകിയാലും തിരിച്ചെത്തുമെന്ന്. ടീച്ചർ പറയുന്നത് കേട്ട് രുക്കു ചോദിക്കുന്നുണ്ട്, അർച്ചനേച്ചി വരുമെന്ന് ടീച്ചർക്ക് എന്താണ് ഇത്ര വിശ്വാസം, ടീച്ചർക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവും എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോയതാണ് രുക്കു, പറയാതെയാണല്ലോ പോയത് എന്ന് ചോദിക്കുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, ഇതിനു മുന്നേ ഇതൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ അച്ചുവിനെ അന്വേഷിച്ചു പോയതാണ്, അവനാണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നങ്ങനെ രുക്കു പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിനക്ക് ചേച്ചിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടിയില്ല, പക്ഷേ പോലീസിന് ചില സംശയങ്ങളുണ്ട്. സുമിത്ര ടീച്ചറുടെ മകൻ പാലക്കാട്ടേക്ക് തന്നെയാണോ പോയത്? ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ചാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് മറ്റുള്ളവർ പറയേണ്ടി വരും. ചേച്ചിയെ അമ്പലത്തിലേക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയത് ടീച്ചറല്ലേ, എന്തിനാണ് രണ്ടുപേരും കൂടി അങ്ങനെ ഒരു നാടകം കളിച്ചത്, ഇതിനായിരുന്നു നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് രുക്കു അങ്ങനെ ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, ഇതിനെല്ലാം ഞാൻ എന്ത് മറുപടി പറയാനാണ്, എന്തായാലും ഞാനിപ്പോ പോകുന്നു, മുകുന്ദ അർച്ചനയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിച്ചറിയിക്കണം. മോളെ മുത്തശ്ശി പോവുകയാണെന്ന് പറഞ്ഞ് ചിന്നുവിനോടും യാത്ര പറഞ്ഞ് സുമിത്ര ടീച്ചർ അങ്ങനെ പോവുകയാണ്. ചിന്നു ആണെങ്കിൽ അപ്പൊ തന്നെ സങ്കടത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. മുകുന്ദനും രമ്യയുമാണെങ്കിൽ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്കു നീ എന്തിനാണ് ടീച്ചറോട് അങ്ങനെയൊക്കെ ചോദിച്ചത്, അത് ഒട്ടും ശരിയായില്ലെന്ന് പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ രുക്കുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. രുക്കു ചോദിച്ചതിൽ എന്താണ് തെറ്റ്, അവൾ കാര്യമല്ലേ ചോദിച്ചത് എന്നൊക്കെ പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ടീച്ചർക്ക് ഇതില് നല്ല പങ്കുണ്ട്, അതില് എനിക്കൊരു സംശയവുമില്ല ടീച്ചറെ, എനിക്ക് നല്ല സംശയമുണ്ട്, ടീച്ചർ അറിയാതെ JKയും അർച്ചനേച്ചിയും എങ്ങോട്ടും പോവില്ല, രണ്ടുപേരും ഒരുമിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് അവർക്കറിയാമെന്നൊക്കെ രുക്കു അങ്ങനെ പറയുമ്പോൾ മുകുന്ദന് ദേഷ്യം വരികയാണ്. മുകുന്ദൻ പറയുന്നുണ്ട്, ദേ നീ അനാവശ്യം പറയരുത്, ചന്ദ്രകാന്തത്തിലെ സംശയങ്ങൾ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, ഇതൊന്നും ആരും വിശ്വസിക്കില്ലെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പിന്നെ എങ്ങനെയാണ് സത്യം പുറത്തു വരുന്നത്, ടീച്ചറാണ് ചേച്ചിയെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയത്, എന്നിട്ട് JKക്കൊപ്പം വിടാൻ ഒത്താശയും ചെയ്തു കൊടുത്തു, അതാണ് ഇവിടെ നടന്നതെന്ന് രുക്കു പറയുമ്പോൾ മുകുന്ദനാണെങ്കിൽ, രുക്കു നീ ഇതെന്താണ് പറയുന്നത്, അങ്ങനെ അനാവശ്യം പറയരുത്, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ രമ്യ മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ, അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഉള്ളതാണ് പറഞ്ഞത്, ഉള്ളത് പറയുമ്പോൾ പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല, ടീച്ചറെ പറ്റി അത്ര വലുതായിട്ടൊന്നും എന്നോട് പറയണ്ട, ചേച്ചിയുടെ മിസ്സിങ്ങിൽ അവർക്ക് പങ്കുണ്ടെന്ന് രുക്കു അങ്ങനെ തീർത്തു പറയുകയാണ്. മഞ്ജുവും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പുറത്തു നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സുമിത്ര ടീച്ചർ. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് സുമിത്ര ടീച്ചർ അങ്ങനെ ഇറങ്ങി പോവുകയാണ് അമ്പാട്ട് വീട്ടിൽ നിന്നും. പിറ്റേ ദിവസം ചന്ദ്രയാണെങ്കിൽ രുക്കുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. രുക്കു ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇലക്ഷനിൽ ഏട്ടൻ തന്നെ ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ജേട്ടൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത, അവരുടെ അഡ്വക്കേറ്റ് ഗ്രൂപ്പിൽ ഇപ്പോ അർച്ചനയുടെ ഒളിച്ചോട്ട വാർത്തകളാണ് കൂടുതലും, ഇപ്പോ അർച്ചന
അർച്ചനയെക്കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. ഇന്ന് 4 മണിക്കുള്ളിൽ അർച്ചന വന്നില്ലെങ്കിൽ വിജയേട്ടൻ തന്നെയാണ് പ്രസിഡന്റ് ആവുക. അവള് നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ ഇറങ്ങിയതാണ്, ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, പേടിച്ചിട്ട് സ്ഥലം വിട്ടതായിരിക്കും, ഇനി എപ്പോൾ വരുമെന്ന് പോലും അറിയില്ല, പോയിരിക്കുന്നത് എന്തായാലും ജെകെയുടെ കൂടെയാണല്ലോ എന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ ചിരിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അർച്ചന വന്നാലും ഇല്ലെങ്കിലും വിജയേട്ടൻ തന്നെ ഈ ഇലക്ഷനിൽ ജയിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ദീപ്തിയാണെങ്കിൽ ഇലക്ഷൻ തുടങ്ങിയതോടെ ആകെ പേടിച്ചുകൊണ്ട് അർച്ചനയെ ഫോണിൽ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അർച്ചന വരുമെന്ന് തന്നെയാണ് ദീപ്തിയുടെ ഉറച്ച വിശ്വാസം. അപ്പോഴാണ് അതുവഴി രവികുമാറും ജഗദീഷ് വക്കീലും വരുന്നത്. അവരങ്ങനെ ദീപ്തിയെ കളിയാക്കുകയാണ്. ദീപ്തിയാണെങ്കിൽ ചുട്ട മറുപടി തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ചോദിക്കുന്നുണ്ട്, ദീപ്തി അർച്ചന 4 മണിക്കുള്ളിൽ വരുമോ, അന്നില്ലെങ്കിൽ ഇത് സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും, ഗ്രൂപ്പൊന്നും കണ്ടില്ലേ, അർച്ചനയെ കുറിച്ച് കുറെ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ, അതെല്ലാം ശരിയാണോ എന്നങ്ങനെ ജഗദീഷ് വക്കീലും രവികുമാറും കൂടി ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, അർച്ചന എന്തായാലും 4 മണിക്കുള്ളിൽ എത്തിയിരിക്കും, പറയാം ആരാണ് വിജയി എന്ന്. ഗ്രൂപ്പുകളിൽ കേൾക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അധികം സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ദീപ്തി അവരോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ദീപ്തി ഇലക്ഷൻ നടക്കുന്ന അവിടേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് എല്ലാവരും വോട്ട് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. പിന്നീട് പുറത്തങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും കൂട്ടരും കൂടി വരുന്നത്. അപ്പോഴും ദീപ്തിയെ അവർ കളിയാക്കുകയാണ്. ദീപ്തിയാണെങ്കിൽ തിരിച്ച് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. വിജയ് ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്, അതിനു മാത്രം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ജെകെ പാലക്കാട്ടേക്ക് പോയതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ പോവുകയാണ്. ഇതിനു മുന്നേ തന്നെ പരിചയമുള്ള ഒരു ഓട്ടോയിൽ തന്നെയാണ് ജെകെ വീട്ടിലേക്ക് പോകുന്നത്. ആ ഓട്ടോക്കാരൻ ജെകെയോട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്, സാറേ ഇപ്പത് എങ്ങോട്ടാണ്, വീട്ടിലേക്കാണോ അതോ ബാറിലേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ബാറിലേക്കുള്ള വഴികളെല്ലാം ഞാൻ അടച്ചു, ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും പോവാറില്ല എന്ന് പറയാണ്. ആ ഓട്ടോക്കാരൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, സാറിന് താമസിക്കാൻ വാടക വീട് കിട്ടിയോ, ഇപ്പൊ എവിടെയാണ് താമസം എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, താമസിക്കാൻ വീടൊക്കെ കിട്ടി, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറണം, അവിടെ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, എങ്കിൽ എൻ്റെ അടുത്തൊരു വീടുണ്ട് സാറേ, നല്ല വീടാണ്, ഞാൻ കാണിച്ചു തരാം, താക്കോല് പോകുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ടുപോയി സാറിന് ഇപ്പൊ തന്നെ ഞാൻ വീട് കാണിക്കാം എന്നൊക്കെ പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ശരി, ഏതായാലും താൻ പറഞ്ഞതല്ലേ, നമുക്ക് ആ വീടൊന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ ആ വീട്ടിലേക്ക് പോവുകയാണ്. രമ്യയാണെങ്കിൽ അർച്ചനയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നറിയാനായി മുകുന്ദന്റെ ഫോണിലേക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയാണ്. രമ്യ അങ്ങനെ ഫോണും കട്ട് ചെയ്ത് പേടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. മുകുന്ദൻ അന്വേഷിക്കാൻ പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ രമ്യ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ഇല്ല, ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കുവും വരുന്നുണ്ട്. പിന്നീട് അർച്ചനയെ കുറിച്ച് വീണ്ടും രുക്കുവും മഞ്ജുവും കൂടി അനാവശ്യമായ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രുക്കു പറയുന്നുണ്ട്, ഇവിടെ ഓരോരുത്തർക്കും സംസാരിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും, പക്ഷേ അത് എനിക്കില്ല, കാരണം ഞാൻ ചന്ദ്രകാന്തത്തിലെ സന്തതിയാണ്, എനിക്ക് ആരെയും പേടിയില്ല, ഉള്ളതുപോലെ തുറന്നു പറയും. ഇന്നലെ ഒരു ഫുൾ നൈറ്റ് അർച്ചനേച്ചി എവിടെയായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക, എനിക്കാണെങ്കിൽ ഊഹിക്കാതെ തന്നെ പറയാൻ കഴിയും അർച്ചനേച്ചി ഇന്നലെ രാത്രി എവിടെയായിരുന്നുവെന്ന് എന്നങ്ങനെ രുക്കു പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അപ്പോൾ അർച്ചനേച്ചിയെ കുറിച്ച് രുക്കുവിന് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ വിവരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അന്വേഷിക്കുന്നവർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചു കണ്ടെത്തുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായി വരും എന്നങ്ങനെ രുക്കു പറയാണ്. മഞ്ജു അപ്പോൾ കുത്തി പറയുന്നുണ്ട്, രുക്കു നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ, അർച്ചനേച്ചി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് ചിന്നുവും വരികയാണ്. ചിന്നു ആണെങ്കിൽ ഇവര് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. രുക്കു പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് ജെകെ തിരിച്ചു വന്നോ, അയാളും വന്നിട്ടില്ല, ചേച്ചിയും തിരിച്ചെത്തിയിട്ടില്ല, അപ്പൊ പിന്നെ അവര് രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്, അതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്, എനിക്ക് നേരം വെളുത്താൽ പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ നിങ്ങൾക്കെല്ലാം നേരം വെളുക്കാൻ ഒരുപാട് സമയം വേണം. ജെകെയുടെ അമ്മ ആ തള്ളയാണ് അവരെ പോവാനായിട്ട് ഒത്താശ ചെയ്തു കൊടുത്തത്, എന്നിട്ട് ഇന്നലെ ഇവിടെ വന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന പോലെ നാടകം കളിച്ചതാണ്, ഇതാണ് സംഭവിച്ചത്. അർച്ചനേച്ചി ജെകെയുടെ കൂടെ ഒരു രാത്രി താമസിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അർച്ചനേച്ചി ഇനി തിരിച്ചു വന്നാൽ അവരെ ഈ വീട്ടിലേക്ക് കയറ്റരുത്, അർച്ചനേച്ചിക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല, ഈ കാര്യത്തിൽ നമ്മൾ 3 പേരും ഒരുമിച്ച് നിൽക്കണമെന്ന് രുക്കു പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, രമ്യ നീ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ രമ്യയാണെങ്കിൽ ദേഷ്യപ്പെട്ടൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ നിങ്ങൾ ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും
അർച്ചനേച്ചി ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ അവരെ തടയും. രേഖയുടെ കൂടെ ഒളിച്ചുപോയ ചേച്ചി അയാളുടെ കൂടെ പോയി താമസിക്കട്ടെ, ഞാൻ അവരെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് രുക്കു അങ്ങനെ പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന് ചിന്നു രുക്കുവിന്റെ അടുത്തേക്ക് വന്ന് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്കു ആന്റി, എന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നാൽ നിങ്ങൾ ഇവിടെ കേട്ടില്ലേ? ഇവിടെ കേട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? നിങ്ങളുടെ അധികാരം എന്താണെന്ന് എനിക്കറിയണം, നിങ്ങൾ പറ എന്ന് ചിന്നു അങ്ങനെ ചോദിക്കുകയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, നിനക്കറിയണമല്ലേ, ഇത് നീയും നിന്റെ അമ്മയും മാത്രം താമസിക്കുന്ന വീടല്ല, എന്റെ ഭർത്താവിന്റെ കൂടെ വീടാണ്. അതുകൊണ്ട് എനിക്കും ഇതിൽ അധികാരവും അവകാശവും എല്ലാം ഉണ്ടെന്ന് രുക്കു അങ്ങനെ ചിന്നുവിന്റെ മുഖത്ത് നോക്കി പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.